ജെറൂസലേമിലെ തിരുക്കല്ലറ ദേവാലയത്തിൻ്റെ പുരാതന കല്ലുകൾക്ക് താഴെ പുരാവസ്തു ഗവേഷകർ തോട്ടത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഒലിവ് മരങ്ങളും മുന്തിരിവള്ളികളും നിറഞ്ഞ തോട്ടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് പുരാവസ്തു ഗവേഷകർ ഇവിടെ കണ്ടെത്തിയതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ യേശുവിനെ അടക്കം ചെയ്യുന്ന ഭാഗത്തിൻ്റെ വിവരണത്തെ ഈ പുതിയ കണ്ടെത്തൽ സാധൂകരിക്കുന്നു. സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടവും കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 41-42 വാക്യങ്ങൾ. തിരുക്കല്ലറ ബസിലിക്കയുടെ തറയുടെ കീഴിൽ നടത്തിയ വലിയ ഒരു ഖനനത്തിനിടെയാണ് ഈ കണ്ടെത്തൽ നടത്തപ്പെട്ടത്. റോമിലെ സൈപ്പൻസ സർവകലാശാല പ്രൊഫസർ ഫ്രാൻസിസ്കെ റൊമാന സ്റ്റാസ്റ്റോള പുരാവസ്തു ഖനന സംഘത്തിന് നേതൃത്വം നൽകി. അവിടെ നിന്ന് ലഭിച്ച ആർക്കിയോ ബൊട്ടാണിക്കൽ പൂമ്പൊടിയുടെ വിശകലനത്തിലൂടെ ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഒലിവ് മുന്തിരി കൃഷിയുടെ തെളിവുകളാണ് കണ്ടെത്തിയത്. യേശുവിനെ ക്രൂശിച്ച ഗാഗുൽത്താ മലയും സംസ്കരിച്ച കല്ലറയും ഓർത്തഡോക്സ്, കാത്തലിക്, അർമേനിയൻ സമൂഹങ്ങളുടെ മേൽനോട്ടത്തിലാണ് എന്നുള്ളത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ വിശുദ്ധ ഹെലേനയാണ് 4-ാം നൂറ്റാണ്ടിൽ ഈ സ്ഥലം തിരിച്ചറിഞ്ഞ് ഇവിടെ ദേവാലയം നിർമ്മിച്ചത്. തോട്ടത്തിൻ്റെ പഴക്കം കണ്ടെത്താൻ റേഡിയോ കാർബൺ പരിശോധന ഇപ്പോഴും ശേഷിക്കുന്നുണ്ടെങ്കിലും വിശുദ്ധ ഭാരതത്തിന് ഒരുങ്ങുന്ന ഈ ഘട്ടത്തിൽ യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളിലേക്കുള്ള വിശ്വാസം അരക്കിട്ടുറപ്പിക്കുവാൻ ഈ കണ്ടെത്തലുകൾ സഹായകമാകും.